Hello students, welcome to this channel. Today we are going to discuss the topic about permutation groups. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ്സിനകത്ത് പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്. നമ്മൾ നേരത്തെ തന്നെ അതായത് ഈ സബ്ജക്റ്റിനകത്ത് ഫണ്ടമെൻ്റൽസ് ഓഫ് കൗണ്ടിങ് തിയറിയിൽ അവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഗ്രൂപ്പ്സിനകത്ത് എങ്ങനെ നമുക്ക് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് വേണം, ഒരു സെറ്റ് വേണം, ഒരു ബൈനറി ഓപ്പറേഷൻ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ സിമ്പിൾസ്, ആ നൊട്ടേഷൻസ് ഇവിടെ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 1-to-1 മാപ്പിംഗ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റും മറ്റൊരു എലമെൻറ്റുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്ന കണ്ടൻറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് പി. അപ്പോൾ പെർമ്യൂട്ടേഷനിൽ ഇറ്റ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ്. അപ്പോൾ ഒരു 1-to-1 മാപ്പിംഗ് ഓഫ് എ നോൺ എംപ്റ്റി സെറ്റ് ഓർ സേ ഇറ്റ് ഈസ് ഓൺ ടു ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു സെറ്റ് വേണം, കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ വേണം. അപ്പോൾ അതിലെന്താണ് ഒരു നോൺ എംപ്റ്റി സെറ്റ് പി ഇഫ് ദ എലമെൻറ്റ്സ് ഓഫ് ജി ആർ പെർമ്യൂട്ടേഷൻസ് ഓഫ് പി ആയിരിക്കണം. ദ ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഓപ്പറേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്നുള്ളതല്ല, ഇവിടെ പറയുന്നത് കോമ്പോസിഷൻ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ ആയിരിക്കും വരുന്നത്, ഒരു ചെറിയ സർക്കിൾ പോലത്തെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് എങ്ങനെയാണ്, ഈ ഫൈ ഇസ് എ പെർമ്യൂട്ടേഷൻ. നമ്മൾ ഇതിനെ എങ്ങനെ ഫൈ എന്ന പെർമ്യൂട്ടേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിലെ ഡിഫൈൻ ചെയ്യുന്ന ഓരോ വാല്യൂസും നമുക്ക് അതിൻ്റെ മാപ്പിംഗ് 1-to-1 മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓരോ എലമെൻറ്റ്സിനും കമ്പൽസറി ആയിട്ട് ഒരു മാപ്പിംഗ് ഉണ്ടാകും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും, ആ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് മാപ്പിംഗ് ആയിരിക്കും വരുന്നത്. അതാണ് 1-to-1 മാപ്പിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫൈ ഓഫ് 1, ഫൈ ഓഫ് 2 അതിൻ്റെ മാപ്പിങ്ങിൻ്റെ എലമെൻറ്റ്സിനെ നമ്മൾ എഴുതുമ്പോൾ ഫൈ ഓഫ് 1, ഫൈ ഓഫ് 2 എക്സെട്ര. അപ്പോൾ ഒരു എലമെൻറ്റിന് റിലേറ്റ് ചെയ്ത് വരുന്ന മാപ്പിംഗ് എന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൽ പറയുന്ന ഫൈ ഓഫ് 1, ഫൈ ഓഫ് 2, ഫൈ ഓഫ് 3 എക്സെട്ര ഫൈ ഓഫ് n എന്ന് പറയുന്നത് ഇതിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അതും ആ എലമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒറ്റ സിംഗിൾ അതായത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത എലമെൻറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. ദ ഓർഡർ ഓഫ് ദ സിംബൽസ് ഇൻ ദ ഫസ്റ്റ് റോ ഓഫ് എ പെർമ്യൂട്ടേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ ബട്ട് ദ കോളംസ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കുവാണ് 1, 2, 3, 4 ഇങ്ങനെ ഒരു മാപ്പിംഗ്, അതായത് ഒരു പാരാന്തസിസിനകത്ത് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്തിട്ട് അതിന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 1 ഈസ് റിലേറ്റഡ് ടു 2, 2 ഈസ് റിലേറ്റഡ് ടു 1, 3 ഈസ് റിലേറ്റഡ് ടു 4 ആൻഡ് 4 ഈസ് റിലേറ്റഡ് ടു 3. അപ്പോൾ 1, 2, 3, 4ൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ 1-to-1 മാപ്പിംഗ്. അപ്പോൾ 5 ഫ്രം 1 സെറ്റ് we define to another set. അപ്പോൾ എയിലെ എലമെൻറ്റ് ഇപ്പോൾ 1, 2, 3, 4 ആണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് മാപ്പിംഗ് എവിടെയായിരിക്കും വരേണ്ടത്, ഫൈ ഓഫ് ബിയിലായിരിക്കും. അതാണ് ഫൈ ഓഫ് 1, ഫൈ ഓഫ് 2, ഫൈ ഓഫ് 3 ആൻഡ് ഫൈ ഓഫ് 4 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിയർ 1 is mapped to 2, 2 is mapped to 1, 3 is mapped to 4 and 4 is mapped to 3. ഇനി ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കാം. കാരണം നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ എടുക്കുമ്പോൾ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഈ ഫൈനൈറ്റ് സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ് ഈ സെറ്റിൻ്റെ ഡിഗ്രി ഓഫ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് n എലമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ n ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ S = 1, 2, 3 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 5 എന്ന് പറയുന്ന മാപ്പിംഗ് ഫോർ എക്സാമ്പിൾ let is defined to be 1 is mapped to 2, 2 is mapped to 3 and 3 is mapped to 1. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ആ ഓരോരോ കറസ്പോണ്ടിങ് മാപ്പിംഗ് ആ പർട്ടിക്കുലർ എലമെൻറ്റ്സിൻ്റെ താഴെ നമ്മൾ എഴുതുന്നു. ഇനി ഇപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് മാപ്പിംഗ്, അപ്പോൾ ഇതിന് 1, 2, 3ക്ക് ഇപ്പോൾ ഞാൻ ഒരു മാപ്പിംഗ് എടുത്തതാണ്, വൺ ഓഫ് ദ മാപ്പിംഗ് ആണ് 2, 3, 1. ഇനിയും പലതരപ്പെട്ട മാപ്പിംഗ്സ് ഉണ്ട്. കാരണം 3 എലമെൻറ്റ്സ് ആകുമ്പോൾ 3 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 6 വേസ് ആണ് നമ്മൾ പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണമായിരിക്കും, 6 വരണം. ആ 6 ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഏതൊക്കെയായിരിക്കും, 1, 2, 3 ഒരെണ്ണമായിരിക്കും. ഇനി ഒരെണ്ണം എന്താണ്, 2, 3, 1 ഇങ്ങനെ വരാം. അടുത്തത് 3, 1, 2 ആയിരിക്കാം. പിന്നെ വരുന്നത് 2, 1, 3 ആയിരിക്കാം, 3, 2, 1 ആയിരിക്കാം, 1, 3, 2 അങ്ങനെ 6 പെർമ്യൂട്ടേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാപ്പിംഗ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും,
1 is mapped to 2, 2 is mapped to 3, 3 is mapped to 1. ഇനി ഇറ്റ്സെൽഫ് മാപ്പിംഗ്, സെൽഫ് മാപ്പിംഗ് വരുന്നത് എന്ന് പറയുന്നത് 1 2 3 ആണെങ്കിൽ 1 2 3 തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ അവർ ഇങ്ങനെയും എഴുതാം. ദെൻ വി ക്യാൻ റൈറ്റ് ദിസ് എസ് 2 3 1. എഗെയിൻ ഇറ്റ് ഈസ് മാപ്ഡ് ടു എന്താണ് 2 3 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് വേറൊരു കറസ്പോണ്ടിങ് മാപ്പിംഗ് എങ്ങനെ എടുക്കാം 3 1 2. ഇനി 3 1 2 കഴിഞ്ഞാൽ വേറൊരു ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻ ഏതാണ് 1 2 3. ഇനി ഒരെണ്ണം ഏതാണ് 2 1 3. ഇനി 2 1 3 ആകുമ്പോൾ കറസ്പോണ്ടിങ് ഇനി ഒരു മാപ്പിംഗ് ഏതാണ് 3 2 1. ഇനി ഒരെണ്ണം ഉള്ളത് 1 3 2. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 മാപ്പിങ്സ് ആയിരിക്കും വരുന്നത്. ഇനി ഈ പെർമ്യൂട്ടേഷൻസ് നമ്മളിപ്പോൾ 2 ഫങ്ഷൻസ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വെൻ വി ക്യാൻ സേ 2 പെർമ്യൂട്ടേഷൻസ് ഓർ ഈക്വൽ. 2 പെർമ്യൂട്ടേഷൻസ് എങ്ങനെ ഈക്വൽ ആയിരിക്കും? 2 എണ്ണം ഈക്വൽ ആവണം എങ്കിൽ അതിലെ കറസ്പോണ്ടിങ് മാപ്പിങ്ങും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ 1 2 3 4 എന്നാണെങ്കിൽ ദെൻ എഫ് ഈക്വൽ ടു 1 2 3 4. അപ്പോൾ അതിൻ്റെ മാപ്പിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 3 1 2 4. ഇനി again G equal to 4 1 3 2. again the mapping is 4 3 2 1. so ഇതിനകത്ത് വരുന്ന പെർമ്യൂട്ടേഷൻസ് ഇപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന 2 പെർമ്യൂട്ടേഷൻസ് ആണ്. ഓഫ് ഡിഗ്രി എത്രയാണ്? എത്ര മാപ്പിംഗ് വരുന്നുണ്ട്? ഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ് ആണ്. അതിൽ എത്ര വരുന്നുണ്ട്? 1 2 3 4 മാപ്പിങ്സ്. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 4. ഇനി എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 is mapped to എത്രയാണ്? 3. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു 3. യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ. ദെൻ എഫ് ഓഫ് 2 is equal to 1, f of 3 equal to 2 and f of 4 equal to 4. Now let us check the corresponding for the next mapping. So ഇതിൻ്റെ corresponding mapping കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കളയാം. അപ്പോൾ g of 1, what is g of 4? It is 4 അല്ലേ? g of 4 is 4, g of 1 is എത്ര? 3, g of 3 is 2, g of 2 is 1. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ g of 1 is 3, g of 2 is 1, g of 3 equal to 2, g of 4 equal to 4 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയാലും, അതായത് 1 2 3 4 എന്ന മാപ്പിംഗ് 3 1 2 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 1 3 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഓൾസോ. ഇനി ഇതിനെ എനിക്ക് റീറൈറ്റ് ചെയ്യാം. ഇതുപോലെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? 1 2 3 4 എന്നാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ 1 is mapped to എത്ര? 3. റൈറ്റ് ഹിയർ. നൗ 2 is mapped to 1, 3 is mapped to എത്ര? 2 and 4 is mapped to 4. now you see ഇതാണ് G mapping. ഇപ്പം നോക്കിക്കേ 1 2 3 4. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? 3 1 2 4. ഇവിടെയും 3 1 2 4. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എഴുതാമല്ലോ f of x is equal to g of x. so because നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് വെൻ യു റീഅറേഞ്ച് ദ ടേംസ് ഇൻ ദ സെയിം മാനർ ഓൾസോ ഹിയർ ഓൾസോ യു ക്യാൻ റീറൈറ്റ് ദ ടേംസ്. ഇതേപോലെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? 1 2 3. അപ്പോൾ 2 3 1. ഇനി ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാം 1 2 3. ഞാൻ എഴുതി 1 is mapped to 2, 2 is mapped to 3 and 3 is mapped to 1. I can rewrite this. ഇനി ഇവിടെ 1 2 3. അപ്പോൾ 1 is mapped to 2, 2 is mapped to 3 and 3 is mapped to 1. now here ഇനി ഒരു മാപ്പിംഗ് ഏതാണ്? 1 2 3. അപ്പോൾ 2 1 3 വരുന്നുണ്ടല്ലോ. ഇനി ഇതിൽ വരുമ്പോൾ എന്താണ്? 1 2 3. 1 is mapped to 2, 2 is mapped to 3, 3 is mapped to 1. here also 1 2 3. അപ്പോൾ 1 is mapped to 2, 2 is mapped to 3, 3 is mapped to 1. അപ്പോൾ ഒരേ മാപ്പിങ് പല തരപ്പെട്ട രീതിയിൽ നമുക്ക് തരാം. അത് ഇങ്ങനത്തെ ഫോർമാറ്റിലേക്ക് നമുക്ക് തരാവുന്നതാണ്. there are different types of ways. that means 6 ways are there. in that 6 ways we can write all the permutations. so now സോ ഇക്വാലിറ്റി ഓഫ് പെർമ്യൂട്ടേഷൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ പറയണമെങ്കിൽ ആ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ തന്നെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? ഐ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. സെൽ ഐഡൻറ്റിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ സെൽഫ് മാപ്പിംഗ് ആണ്. അപ്പോൾ എസ് ഈക്വൽ ടു ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിഗ്രി എത്രയായിരിക്കും? ഈ എലമെൻറ്റ്സിൻ്റെ ഡിഗ്രി n ആയിരിക്കും. A1 A2 എക്സെട്ര AN. അപ്പോൾ ഐഡൻറ്റിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൽഫ്
itself, A1 is mapped to A1, A2 is mapped to A2, A3 is mapped to A3, etc. AN is mapped to AN. So such a type of mapping, that means identity I of A is equal to A, that means itself mapping aanu varunnathengil we can say that it is an identity permutation. Now, for example, suppose the set is given, the same set is given as 1, 2, 3, 4, then the identity permutation can be written as, you can write 1 is mapped to 1, 2 is mapped to 2, 3 is mapped to 3, and 4 is mapped to 4. So, such a permutation is known as identity permutation. The next one is composition of permutations, or otherwise it is known as product of permutations. So, permutations in the product ne nammal denote cheyunna notation ennu parayunnathu product ആണ്. അപ്പോൾ composition of permutation, or otherwise it is known as product of permutations. Let F and G be two permutations. Now let us find the product of these two permutations. So, let us denote A, B, A, അതായത് for example A1, A2, A3, A4. So I am giving a mapping, for example B1, B2, B3, B4. Similarly, I am considering another permutation G, which is equal to B1, B2, B3, B4, which means that C1, which is mapped to C1, C2, C3, C4. Now, F composite G. F composition G means it is otherwise known as product of these two permutations. Now, here A1 is mapped to B1. See, A1 is mapped to B1. Here B1 is mapped to C1, which means that you can say that A1 is mapped to C1. അപ്പോൾ അത് വെച്ചിട്ട് A1 is mapped to B1 ഇവിടെ നോക്കുക, അവിടെ B1 ഏതിലാണ് മാപ്പിംഗ് C1, അപ്പോൾ A1 is mapped to C1 എന്ന് തന്നെ എഴുതുക. ഇനി A2 is mapped to B2. Here B2 is mapped to C2. അപ്പോൾ ഇവിടെ A2 is also mapped to C2. A3 is mapped to B3, which means B3 is mapped to C3. So therefore A3 is mapped to C3. A4 is mapped to B4. So if B4 is mapped to C4. So therefore we can say that the composition of these two permutations, അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് തന്നെ രണ്ട് പെർമ്യൂട്ടേഷൻ തന്നാൽ എങ്ങനെ കോമ്പോസിഷൻ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ ഇതിലൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ദ കോമ്പോസിഷനിൽ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നേരത്തെ തന്നെ കോമ്പോസിഷൻ ഫംഗ്ഷനിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നോക്കാത്തവർ അല്ലെങ്കിൽ ഇതറിയാത്തവർ അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. അത് വേരിയബിൾസ് വെച്ചിട്ട് വരുന്നതാണ്, എങ്ങനെ കോമ്പോസിഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം, അവിടെ അത് കോമ്യൂറ്റേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. So here, first let us take first a small question. Find the composition or the product of the following permutations. Show that it is not commutative. Now, F equal to 1, 2, 3, 4. So 1 is mapped to 2, 2 is mapped to 1, 3 is mapped to 4, and 4 is mapped to 3. Similarly, G is also given here. Now, we want to find out the composition of these two permutations, which means that we have to find the composition. So F composite G we have to find out. Now F composite G എന്ന് പറയുമ്പോൾ F എന്താണ് 1 2 3 4 2 1 3 4. Then here composite G mapping 1 2 3 4 3 2 1 4 we take. Now from this you can find the product. So 1 is mapped. Here we doesn't multiply the numbers, we just map the terms. അപ്പോൾ നമ്മളിവിടെ മാപ്പിംഗ് ആണ് ചെയ്യുന്നത്. 1 is related to 2. Then again ഇവിടെ നോക്കേണ്ടത് 2 is related to what? അപ്പോൾ here 2 is related to 2. So now you can write the answer as like this. See here, ഇതിനെ വേണമെങ്കിൽ ഇത് ഒരു രീതി, ഇനി അതാണ്ട് 1 is mapped to 2, you can write like this 1 2 3 4. Now 1 is mapped to 2, 2 is mapped to 2. അപ്പോൾ 1 is mapped to 2. Remember that like this, 1 is mapped to 2, 2 is mapped to 2. Therefore 1 is mapped to 2. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 2 is mapped to 1. Again ഇവിടെ 1 is mapped to എത്ര 3. അപ്പോൾ 2 is mapped to 3. Now 3 is mapped to 4. Therefore 4 is mapped to എത്ര 4. So 3 is mapped to 4. 4 is mapped to 3. Then 3 is mapped to
1. So here I have written here. ഇത് ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ എന്താണോ വന്നിരിക്കുന്നത് ആ രീതിയിൽ ഈ ജിയെ റീറൈറ്റ് ചെയ്യുക. അതായത് യു ക്യാൻ റീറൈറ്റ് ജി എങ്ങനെ നമുക്ക് എഴുതാം? 2 ഇവിടെ വരുന്നത് പോലെ 2 1 3 4. Now 2 is mapped to എത്ര? 2. 1 is mapped to 3. 3 is mapped to 1 and 4 is mapped to 4. Now you see here 1 is mapped to 2, upper 2 is mapped to etra 2. So now 2 is mapped to 1, 1 is mapped to 3. You can write like easily. So 3 is mapped to 4 and 4 is mapped to 4. Upper 3 is mapped to 4. 4 is mapped to 3. 3 is mapped to 1. Therefore 4 is mapped to 1. So F composite G നമുക്ക് കിട്ടുന്നുണ്ട്. Similarly we find the G composite F. G composite F കണ്ടെത്തുമ്പോൾ എന്താണ്? 1 is mapped to 3, then 3 is mapped to 4. അപ്പോൾ 1 is mapped to 4. You write the answer. Now 1 is mapped to 2, 2 is mapped to 1. So therefore 2 is mapped to 1. 3 is mapped to 1, then 1 is mapped to 2. So 3 is mapped to 2. 4 is mapped to 4. Here 4 is mapped to 3. Therefore 4 is mapped to 3. സോ നമുക്ക് ഇവിടെ കിട്ടിയത് 2 ആൻസേഴ്സ് ആണ്. ഇത് ഒരു ആൻസർ, ഇത് വേറൊരു ആൻസർ. ഫ്രം ഇക്വേഷൻ 1 and 2 ആർ ദ 2 ആൻസേഴ്സ് ഈക്വൽ? ഇല്ല. സോ ഈ 2 ആൻസേഴ്സും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു കൺക്ലൂഷൻ പറയാം. എഫ് കോമ്പോസിറ്റ് ജി ഇസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ കോമ്പോസിഷൻ ഓർ ദ പ്രോഡക്റ്റ് ഓഫ് 2 പെർമ്യൂട്ടേഷൻസ് ഇസ് നോട്ട് കോമ്യൂട്ടേറ്റീവ്. Now, similarly, there is a question. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ P1 P2 P3 അങ്ങനെ 3 പെർമ്യൂട്ടേഷൻ തന്നിട്ടുണ്ട്. ഈ 3 പെർമ്യൂട്ടേഷൻ തന്നിട്ടുള്ളതിൽ ഇത് അസോസിയേറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ P1 കോമ്പോസിറ്റ്, അതായത് നമ്മൾ എങ്ങനെ എഴുതും? എ കോമ്പോസിറ്റ് ബി കോമ്പോസിറ്റ് സി ഈക്വൽ ടു എ കോമ്പോസിറ്റ് ബി കോമ്പോസിറ്റ് സി. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ എ ബി സിക്ക് പകരം എന്താണ്? P1 P2 P3. അപ്പോൾ P1 കോമ്പോസിറ്റ് P2 കോമ്പോസിറ്റ് 3. ആദ്യം P2 കോമ്പോസിറ്റ് 3 എന്താണെന്ന് നോക്കുക, എന്നിട്ട് P1ൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ 1 is mapped to 2, 2 is mapped to 1. അപ്പോൾ 1 is mapped to 1, 2 is mapped to 3, 3 is mapped to 2. അപ്പോൾ 2 is mapped to 2, 3 is mapped to 1, 1 is mapped to 3. Therefore 3 is mapped to 3. So now we are going to find P1 composite E answer. So therefore ഇപ്പോൾ നമ്മൾ നോക്കിക്കേ 1 2 3. അപ്പോൾ 1 is mapped to 1, 2 is mapped to 2, 2 is mapped to 2, 3 is mapped to 3, again 3 is mapped to 3. Therefore 1 2 3 means the identity property which is given here. Now similarly you can find the RHS, അതായത് P1 composite P2 composite P3. അപ്പോൾ P1 കോമ്പോസിറ്റ് P2 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അത് രണ്ടും വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ 2 ആൻസർ, അതായത് കിട്ടുന്ന ആൻസറിൽ 2 എണ്ണവും വെച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. സോ ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ നൗ ഫ്രം ഇക്വേഷൻ 1 and 2 what you can understand from this? From equation 1 and 2 the associative property is true, or P1 composite P2 composite P3 is equal to P1 composite P2 composite P3. So ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. സോ ഫ്രം ദിസ് നമുക്കിപ്പോൾ കിട്ടിയതിൽ നമ്മൾ നേരത്തെ നോക്കിയതിൽ എന്താണ്? എഫ് കോമ്പോസിറ്റ് ജി ഇസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ്. അപ്പോൾ കോമ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എല്ലാ നേരത്തും ട്രൂ ആവണം എന്നില്ല. ഇനി അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എടുത്തപ്പോൾ എന്തായി? ഇറ്റ് ഇസ് ട്രൂ. സോ കോമ്പോസിഷൻ ഇസ് ഓൾവേസ് അസോസിയേറ്റീവ് നമുക്ക് പറയാവുന്നതാണ്. കാരണം കോമ്പോസിഷൻ ഫംഗ്ഷൻ ഒരു പ്രോപ്പർട്ടിക്ക്, ഏതൊരു പ്രോബ്ലത്തിനാണെങ്കിൽ കോമ്പോസിഷൻ പ്രോപ്പർട്ടി എടുത്ത് അതിൻ്റെ associative ഒന്ന് cross check ചെയ്യുക. So you can find that here associative is true but commutative is not true. The next topic is inverse permutation.
അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ എങ്ങനെ ഇൻവേഴ്സ്, അതായത് പെർമ്യൂട്ടേഷൻ തന്നാൽ നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ 1-to-1 മാപ്പിംഗ്, ഓരോ എലമെൻറ്റിനും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് മാപ്പിംഗ് ആയിരിക്കും വരുന്നത്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ എടുക്കാൻ നേരത്തെ എങ്ങനെ എടുക്കും? പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് A1 A2 എക്സെട്ര AN ആണ് എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ആ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ തന്നെയാണ് ഡിഗ്രി ഓഫ് ദ പെർമ്യൂട്ടേഷൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇൻവേഴ്സ്, നമുക്ക് ഇൻവേഴ്സിനെ ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എഫ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ A1 F = A1 A2 A3 A4 B1 B2 B3 B4, അതായത് A1 is mapped to B1, A2 is mapped to B2, A3 is mapped to B3 and A4 is mapped to B4. then F inverse എന്ന് പറയുമ്പോൾ B1 B2 B3 B4 അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ A1 A2 A3 A4 ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. Find the inverse of the permutation F = 1 2 3 4 5. അപ്പോൾ നമുക്ക് ഈ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ 2 3 1 5 4 ആണ് നമുക്ക് വരുന്നത് മാപ്പിംഗ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് ഇൻവേഴ്സിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് നമുക്കറിയില്ല ഇൻവേഴ്സിൻ്റെ എലമെൻറ്റ്സ്. സോ ലെറ്റ് us take the inverse of the given permutation F inverse to be in this format. അതായത് F inverse is equal to 1 2 3 4 5, അതായത് എക്സ് വൈ ഇസെഡ് യു വി എന്ന് ഞാൻ എടുക്കുവാണ്. അതായത് 1 is mapped to x, 2 is mapped to y, 3 is mapped to z, 4 is mapped to u and 5 is mapped to v. F inverse ഞാൻ ഇങ്ങനെ എടുക്കുക. എനിക്ക് ഇൻവേഴ്സ് എലമെൻറ്റ്സ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്കറിയാം, അതായത് ഇപ്പോൾ A സ്റ്റാർ ബി ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് A സ്റ്റാർ ബി = B സ്റ്റാർ A = E എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ we say that A is the inverse of B or B is the inverse of A. അപ്പോൾ ആ ഫോമാറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ എടുക്കും? 1 2 3 4 5 എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എലമെൻറ്റ്സ് എഴുതിയതിന് ശേഷം, അതായത് 1 is mapped to ക്വസ്റ്റ്യൻ അതേപടി എഴുതുക. അപ്പോൾ ഇത് എഫ് ആണെങ്കിൽ എഫും ഇത് എഫ് ഇൻവേഴ്സുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് is equal to the identity matrix, ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. അപ്പോൾ എഫ് എന്താണ്? നമുക്ക് ഗിവൺ ക്വസ്റ്റ്യൻ കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന പെർമ്യൂട്ടേഷനിൽ ഇതേ മാപ്പിംഗ് തന്നെ, ബട്ട് എക്സ് വൈ ഇസെഡ് യു വി എന്ന് എടുത്തിട്ടുണ്ട്, ഈക്വൽ ടു ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. ഐഡൻറ്റിറ്റി ആകുമ്പോൾ എന്താ? സെൽഫ് പെർമ്യൂട്ടേഷൻ. അതായത് 1 is mapped to 1, 2 is mapped to 3, 3 is to 3, 4 to 4, 5 to 5 ആയിരിക്കും. നൗ എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ എടുക്കും? ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് ഇങ്ങനെ എടുക്കും. അതായത് 1 is mapped to 2, അപ്പോൾ 2 is mapped to എത്ര? y. So therefore 1 is mapped to y, 2 is mapped to 3, here 3 is mapped to z, അപ്പോൾ 2 is mapped to z. Then 3 is mapped to 1, 1 is mapped to x, അപ്പോൾ 3 is mapped to x, map 3 to x. Now here 4 is mapped to 5, 5 is mapped to v, അപ്പോൾ 4 is mapped to v, 5 is mapped to 4, 4 is mapped to u. So here answer is u, equal to the identity permutation. ഇപ്പോൾ നമ്മൾ equality of permutation നമ്മൾ നോക്കി. രണ്ട് പെർമ്യൂട്ടേഷൻസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻസ്, ഇമേജ് ഓഫ് ദ പെർമ്യൂട്ടേഷൻസും ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ 1 2 3 4 5 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. വിച്ച് മീൻസ് ദാറ്റ് y = എന്താണ്? 1. ഹിയർ x z is equal to 2, x = 3, b = 4 and u = 5. Therefore the required permutation is, നമുക്ക് ആൻസർ എന്താണ്? 1 2 3 4 5. Here x y z u v. So substitute x = 3,
y equal to 1, z equal to 2, and u equal to 5, and v equal to 4. So this is the required inverse permutation calculate ചെയ്യുന്നത് എങ്ങനെയാണ്. I think now you will be clear with the definition. So some problems ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസിനിടയ്ക്ക് ഈ കാൽക്കുലേഷൻ വേണ്ടി വരുന്നുണ്ട്. So I need to give the introduction of all these things also now. Okay, now let us do the problems in the next video. Continuous ആയിട്ട് ഞാൻ ഇത് കൊടുക്കുന്നില്ല. ഇതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് അടുത്ത വീഡിയോ ആയിട്ട് തരാം. Hope the basics of the permutations or composition of permutation or the permutation product of permutation is very clear. If you have any doubts, please comment in the comment section. And if you want the notes വേണമെങ്കിൽ please join the Telegram channel. I have uploaded all the notes of each modules. I'm just uploading all the notes. If you want the notes, please join the Telegram link. Thank you.